Hello guys, welcome to Strut Entai. കോഡൊക്കെ ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് സ്നീക്ക് ഔട്ട്സ് ചിൽ ഔട്ട്സ് മാറ്റി വെച്ചിട്ട് സ്റ്റേ സേഫ് അറ്റ് ഹോം. അതിനിടയ്ക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പഠിക്കാം. ഓക്കെ, സോ ടുഡേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ലാസ്റ്റ് പോർഷനാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ഓഫ് സ്ലെൻഡർ കോളംസ്. നമ്മൾ ഷോർട്ട് കോളംസ് തീർന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് പോർഷനാണ് സ്ലെൻഡർ കോളംസ്. നേരത്തെ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എക്സെപ്റ്റ് ചെറിയൊരു ചേഞ്ച്. ഓക്കെ, ആ ചെറിയ ചേഞ്ച് എന്താണ് എന്ന് ജസ്റ്റ് നോക്കാം വിത്ത് എ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ എ കോളം ഫോർ ദ ഫോളോയിങ് ഡേറ്റ. സൈസ് ഇസ് 300 by 400 mm. അൺസപ്പോർട്ടഡ് ലെങ്ത് ഉണ്ട് 7 meters. ഇഫക്റ്റീവ് ലെങ്ത് ഇൻ മേജർ ആൻഡ് മൈനർ ആക്സസ് 6 meters and 5 meters. ഫാക്ടേർഡ് ലോഡ് 1500 kN ഉണ്ട്. എൻഡ് മൊമെന്റ്സ് കണ്ടോ, ഒത്തിരി ഉണ്ട്. എൻ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നിട്ടില്ലായിരുന്നു. ഇവിടെ എൻ മൊമെന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതും 4 വാല്യൂസ് ഉണ്ട്: MUX1, MUX2, MUY1, MUY2. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരും എന്ന് മനസ്സിലായി കാണും. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്താൽ ആദ്യത്തേൽ ആക്സിയൽ ലോഡ്, ആദ്യത്തെ പ്രോബ്ലത്തിൽ ആക്സിയലി ലോഡില്ലാത്താണെങ്കിൽ ആക്സിയൽ ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിത്ത് ബാക്കി സൈസ് ആൻഡ് ലെങ്ത്. ഇനി സെക്കൻഡ് ടൈപ്പ് യൂണി ആക്സിയൽ ബെൻഡിങ്ങിൽ ഒരു MUX കൂടെ എക്സ്ട്രാ വരും, അല്ലെങ്കിൽ MUY. ബൈ ആക്സിയൽ MUXും വരും, MUYയും വരും. സ്ലെൻഡർ കോളംസ് ആണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനിലും സ്ലെൻഡർ ആണോ ഷോർട്ട് ആണോ എന്ന് പറയില്ല. ആകെ നിങ്ങൾക്ക് ഈ MUX വാല്യൂസ് അല്ലെങ്കിൽ M വാല്യൂസ് വെച്ചിട്ട് ആണ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് മനസ്സിലാവുന്നത്. സോ ഇവിടെ കണ്ടോ, N മൊമെന്റ്സ് ഒന്നും എടുത്ത് പറയില്ല. ഇറ്റ് ഇസ് MUX1, MUX2, MUY1, MUY2. ചിലപ്പോൾ N മൊമെന്റ്സ് ഇൻ മേജർ ആക്സസ് ആർ ഇത്ര കോമ്പിനേഷൻ, മൈനർ ആക്സസ് ആർ ഇത്ര കോമ്പിനേഷൻ. അപ്പം ഇങ്ങനെ 4 വാല്യൂസ് ഓഫ് മൊമെന്റ് ഉണ്ടാകും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സൈൻ ദാറ്റ് യു ആർ ഹാവിങ് എ പ്രോബ്ലം ഇൻ സ്ലെൻഡർ കോളംസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം വേരി ചെയ്യുന്നത്, അതിൻ്റെ ചെറിയ വേരിയേഷൻ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പം സ്ലെൻഡർ കോളംസിൻ്റെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ സ്ലെൻഡർ കോളംസ് ആകുമ്പോഴത്തേക്കും ഉള്ള ഡിഫറൻസ് കമ്പയർഡ് ടു ഷോർട്ട് കോളംസ്, അതിൽ അഡീഷണൽ മൊമെന്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വരും എന്നുള്ളതാണ്. അപ്പം സാധാരണ കോളത്തിൻ്റെ കേസിൽ ഷോർട്ട് ആണെങ്കിൽ ആ ഷോർട്ട് കോളംസിൽ വരുന്നത് എക്സെൻട്രിസിറ്റി, ആ മിനിമം എക്സെൻട്രിസിറ്റി കാരണം ഒരു ലോഡ് ഉണ്ടാകും. അല്ല, ഇനി എക്സെൻട്രിക്കലി ലോഡ് ആണെങ്കിൽ ആ എക്സെൻട്രിസിറ്റി കാരണം ഒരു മൊമെന്റ് ഉണ്ടാകും. പിന്നെ ഇനിഷ്യലി ഉള്ള എൻ മൊമെന്റ്സ് വരും, ഇനിഷ്യൽ മൊമെന്റ്സ് വരും. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റ്സിനും നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി നമ്മുടെ ഈ എക്സ്റ്റേണൽ എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് ഇല്ലേ, അതാണ് മെയിൻലി മൊമെന്റ് ആയിട്ട് നമ്മളവിടെ പറയുന്നത്. എന്നാൽ സ്ലെൻഡർ കോളംസ് വരുമ്പോഴത്തേക്കും അവിടെ ആസ് എ നെയിം സജസ്റ്റ് കോളം സ്ലെൻഡർ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ദ കോളം വിൽ സഫർ ബക്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ്. അപ്പം ബക്ലിംഗ് വരുമ്പോഴത്തേക്കും ആ കോളത്തിൽ ഈ ബക്ലിംഗ് കാരണം, ഈ സ്ലെൻഡർനെസ് കാരണം, ഇൻ എഫക്റ്റ് സ്ലെൻഡർനെസ് കാരണം ഒരു മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട് വിച്ച് കോസസ് ബക്ലിംഗ്. ഓക്കെ, അപ്പോൾ ബക്ലിംഗ് നേരത്തെ ആ എക്സെൻട്രിസിറ്റി കാരണം മൊമെന്റ് ഉണ്ടായതുപോലെ ഈ ബക്ലിംഗ് കാരണം ഒരു മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അല്ലേ, അപ്പം ഇവിടെ 3 ടൈപ്പ് മൊമെന്റ്സ് ആണ് മെയിൻലി വരുന്നത്. ആ 3 ടൈപ്പ് മൊമെന്റ്സ് ആണ് ഓൾജിബ്രായിക്കലി നമ്മുടെ ഇൻഡ്യൂസ്ഡ് മൊമെന്റ് MUX എന്നും MUY എന്നും പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നത്. ഓക്കെ, അപ്പം MUX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇക്വേഷനായിട്ട് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പം MUX നമ്മുടെ ഡിസൈൻ മൊമെന്റ് എന്ന് പറയുന്നത് about x-axis is equal to ഒന്നാമത് maximum value of MUXI and MUEX plus corrected MAX. ഇത് തന്നെയാണ് MUYനും വരുന്നത്. ഇത് is maximum of ഈ പറഞ്ഞ MUYI or MUEY plus corrected MAY. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള 2 കാര്യം MUEXും MUEYയും ആണ്. ദാറ്റ് ഇസ് നമ്മൾ MUX ഡാഷും MUY ഡാഷും ആയിട്ട് കൊടുത്ത എക്സെൻട്രിസിറ്റി, മൊമെന്റ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ആണ്. മൊമെന്റ്സ്
ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ആണ് എന്ത് MUEX and MUEY. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി MUXI and MUYI അതാണ് നമ്മുടെ എൻഡ് മൊമെന്റ്സ്. ഓക്കെ, MUXI and MUYI ഇത് രണ്ടും തരുന്നത് രണ്ട് രീതിയിലാണ്. MUX1 MUX2 അതുപോലെ MUY1 MUY2 ഇത് ഗിവൺ ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട 4 വാല്യൂസ്. എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ MUX1 MUX2 MUY1 MUY2 ആയിട്ട് തന്നേക്കായിരിക്കും. പക്ഷെ എൻ്റെ വാല്യൂസ് എടുക്കേണ്ടത് കറക്റ്റായിട്ട് ഇതൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, MUX1 MUXIയും MUYIയും കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് വിച്ച് ഇസ് ഇൻ കോഡ്. അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പം കോമ്പിനേഷൻ എടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 2 വരേണ്ടത് ഗ്രേറ്റർ വാല്യൂ ആണ്. ഓക്കെ, 2 വരേണ്ടത് ഗ്രേറ്റർ വാല്യൂ ആണ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തിരിച്ചു തരാൻ ചാൻസ് ഉണ്ട്. 1 ഗ്രേറ്ററും 2 ചെറുതും തരാൻ ചാൻസ് ഉണ്ട്. കോഡ് വായിച്ചാൽ മനസ്സിലാക്കും കറക്റ്റായിട്ട് അതിനകത്ത് 2 is greater value and 1 is smaller value. അപ്പം ഒന്ന് 30യും ഒന്ന് 22 ആയിരിക്കും തന്നിട്ടുണ്ടെങ്കിൽ 2 30യും 1 22 കൊടുക്കണം. തിരിച്ച് ആ ക്വസ്റ്റ്യനിൽ നിന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് MUX2 must be greater and MUX1 must be smaller. ഓക്കെ, ഇതാണ് n മൊമെന്റ്സ് വരുന്നത്. ദാറ്റ് ഇസ് ഫോർ അപ്പോൾ എക്സിന് 2 വാല്യൂസും വൈന് 2 വാല്യൂസും വരും. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് നോക്കാം. ഇക്വേഷൻ 2 രീതിയിൽ ഇക്വേഷൻസ് വരും. ഇതിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, ഇതിൻ്റെ MUEXൻ്റെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അപ്പം MUXI ആൻഡ് YI വരുമ്പോഴത്തേക്കും ഇക്വേഷൻ 2 രീതിയിൽ വരും. ഇറ്റ് ഈസ് സിംഗിൾ കർവേച്ചർ ആണ് ബീം ബെൻഡ് ചെയ്യുന്നത്, അതായത് കോളം ബെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കർവേച്ചറിലാണ് ബക്ലിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് 0.6 ടൈംസ് MU2. എക്സെന്നോ വൈന്നോ ഇല്ല, ജനറലി പറയുകയാണ്. എക്സ് ആണെന്നുണ്ടെങ്കിൽ MUX2 വരും, വൈ ആണെങ്കിൽ Y2 വരും. ദാറ്റ്സ് ഓൾ. പ്ലസ് 0.4 MU1. എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ. ദിസ് ഫോർ സിംഗിൾ കർവേച്ചർ. ഇത് സിംഗിൾ. ഇനി ഡബിൾ കർവേച്ചർ ആയിട്ടും വരാം. ഡബിൾ കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 കർവായിട്ട് വരാം ബക്ലിംഗ്. അപ്പോൾ ഡബിൾ കർവേച്ചർ വരുവാണെങ്കിൽ ഉള്ള ഇക്വേഷൻ ചെറിയ ചേഞ്ച് ചെയ്യുള്ളൂ. 0.6 MU2 മൈനസ് 0.4 MU1. ക്ലിയർ? അപ്പോൾ ഈ 2 ഗ്രേറ്റർ വാല്യൂ 1 ചെറിയ വാല്യൂ വരണം. കണ്ടോ, 2 ഗ്രേറ്റർ വന്നാലേ ഈ വാല്യൂ പോസിറ്റീവ് ആകത്തുള്ളൂ. ക്ലിയർ? അപ്പം ഇതാണ് ഫോർ ഡബിൾ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സിംഗിൾ കർവ് ഓർ ഡബിൾ കർവ് എന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഇഷ്ടമുള്ള അസ്യൂം ചെയ്യാം, സിംഗിളോ ഡബിളോ എടുക്കാം. അല്ല ചില ക്വസ്റ്റ്യനിൽ ടേക്ക് ദ കോളം ഇസ് സബ്ജക്ട് ടു സിംഗിൾ കർവേച്ചർ അല്ലെങ്കിൽ ദ കോളം അണ്ടർഗോ സിംഗിൾ കർവേച്ചർ ബക്ലിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ക്യാൻ ചൂസ് സിംഗിൾ. അല്ല ഡബിൾ എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ ചെയ്യാം. സോ ഇതാണ് ആ ഒരു ചേഞ്ച് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് MUXIയും കണ്ടുപിടിക്കണം, MUYIയും കണ്ടുപിടിക്കണം. ഏതാ ഇക്വേഷൻ എന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട്. അപ്പം XIയും വരും YIയും വരും. അപ്പം ഈ 2 വാല്യൂസിൽ ഗ്രേറ്റർ വാല്യൂ ആണ് ഈ ഒരു ടേം വരുന്നത്. മാക്സിമം ഓഫ് MUXI അല്ലെങ്കിൽ MUEX, രണ്ടിലെ വലിയ വാല്യൂ. ഓക്കെ, അതുപോലെ Y. ഇനിയുള്ളതാണ് നമ്മൾ കറക്റ്റഡ് MAX എന്താണ് എന്ന് നോക്കാം. MAX എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സ്ലെൻഡർനെസ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അഡീഷണൽ മൊമെന്റ്സ്. additional moments. Okay, MAX ഉം MAY ഉം ഇക്വേഷൻസ് ഓൾറെഡി കോഡിൽ തന്നിട്ടുണ്ട്. ഈ സ്ലെൻഡർ കോളംസിന്റെ ഡിസൈൻ വരുന്ന സെക്ഷനിൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് MAX is equal to PU into X ആയതുകൊണ്ട് D by 2000 into LEX by D സ്ക്വയർ. അതുപോലെ MAY എന്ന് പറഞ്ഞാൽ
PUB by 2000 into LEY by B square. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് MAX വരുന്നത്. നമ്മൾ പക്ഷേ കൊടുത്തിരിക്കുന്നത് എന്താണ്? കറക്റ്റഡ് MAXും കറക്റ്റഡ് MAYയും ആണ്. ഓക്കെ, അപ്പൊ കറക്ഷൻ ഫാക്ടേഴ്സുമായിട്ട് കറക്റ്റഡ് MAX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഇതിനെ ഒരു കറക്ഷൻ ഫാക്ടർ KX ഇൻറ്റു MAX എന്നും ഇത് KY ഇൻറ്റു MAY എന്നും വരും. ഓക്കെ, വേർ അപ്പൊ ഈ KXും KYയും എന്താണ് എന്ന് നോക്കണം. ഇതും ഇക്വേഷൻ തൊട്ട് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. വേർ KX is equal to PUZ minus PU by PUZ minus PBX less than 1 വരണം. അതുപോലെ KY വരുമ്പോൾ എന്താവണം? PUZ minus PU by PUZ minus PBY വരണം. ഓക്കെ, ഇതാണ് നമുക്ക് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. കറക്ഷൻ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ KXും KYയും കണ്ടുപിടിക്കാൻ എല്ലാ വാല്യൂസും ഉണ്ട് എക്സെപ്റ്റ് PBXും PBYയും അല്ലേ? PBXും PBYയും കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് ഇല്ല. ആ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലാസ്റ്റ് ഒരു ടേബിൾ എടുക്കുന്നത്. സോ ടേബിൾ 60 സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സിലെ വാല്യൂ ഓഫ് PB കണ്ടുപിടിക്കാനുള്ള ടേബിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമുള്ളത് ഇക്വേഷൻ ആണ്. റെക്ടാങ്കുലർ സെക്ഷനോ അല്ലെങ്കിൽ സർക്കുലർ സെക്ഷനോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ റെക്ടാങ്കുലർ ആണ് നമ്മുടേത്. അപ്പോൾ അതിന് PB by FCK into BD. FCK into BD ഒരുമിച്ചാണ്. PU by FCK BD പോലെ PB വന്നു. ഈക്വൽ ടു ഇക്വേഷൻ ഇസ് K1 plus K2 into P by FCK. ഓക്കെ, P by FCKയിൽ നമ്മൾ ഈ P നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അവിടെ അസംഷൻ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അസ്യൂംഡ് P വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അതിനപ്പോഴും K1ഉം K2ഉം വേണം. അപ്പം K1 K2 കണ്ടുപിടിക്കാനാണ് ഈ അടുത്ത രണ്ട് ടേബിൾസ് ഉള്ളത്. വാല്യൂ ഓഫ് K1 ഇവിടെ കണ്ടോ, സെക്ഷൻ D'/D വാല്യൂവിന് 4 വാല്യൂസ് ഉണ്ട്. 0.05 തൊട്ട് 2 വരെ 0.2 വരെ. അതും റെക്ടാങ്കിളിനും സർക്കിൾസിനും വാല്യൂ ഉണ്ട്. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷനിൽ നമ്മുടെ D'/D ഇപ്പോൾ 0.1 ആണെങ്കിൽ അതിന് നേരെ 0.207 ഇതെടുക്കുക. ദാറ്റ് ഇസ് K1. ഇനി K2 വരുമ്പോഴത്തേക്കും D'/D വാല്യൂസും ഉണ്ട്, FY വാല്യൂസും ഉണ്ട്. അതിൽ തന്നെ റെക്ടാങ്കുലർ ഈക്വൽ റീഇൻഫോഴ്സ്മെന്റ് ഓൺ 2 സൈഡ്സും ഉണ്ട്, ഓൺ ഓൾ 4 സൈഡ്സും ഉണ്ട്. നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിന് നേരെയുള്ള 415 എടുക്കുക. യൂഷ്വലി 415 അല്ലേ, അല്ല 250 ആണെങ്കിൽ അത് ഡിപ്പെൻസ്. അതിന് നേരെ വീണ്ടും ഇനി നോക്കും D'/D വാല്യൂ ഏതാണോ D'/D നമ്മുടേത് അതിന് നേരെയുള്ള 414ആയിട്ട് ഇന്റർപോളേറ്റ് ചെയ്യുക, വാല്യൂ എടുക്കുക. ദാറ്റ് ഇസ് K2. അപ്പോൾ K2ഉം K1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് P by FCK ഇടുക, കറസ്പോണ്ടിങ് PB വാല്യൂ കിട്ടും. ഇതാണ് എന്ത് PBX വരുന്നത്. എന്തുകൊണ്ടാണ് X ആയത്? എല്ലാം D'/D ആണ് എടുത്തത് അല്ലേ. ഇനി ഇതുപോലെ ഇനി PBY എങ്ങനെ കണ്ടുപിടിക്കാം? D'/Dന് പകരം D'/B എടുക്കണം. D'/B വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്ടാങ്കിൾസിനുള്ള വാല്യൂസ് എടുക്കുക. അതിട്ട് വീണ്ടും ചെയ്യുമ്പോൾ എനിക്ക് PBYയും കിട്ടും. അപ്പോൾ PBXും PBYയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ അവിടെ കിട്ടുന്നത്? നമ്മുടെ KXും KYയും കിട്ടും. അപ്പോൾ KXും KYയും കിട്ടിയാൽ കറസ്പോണ്ടിങ് MAXും MAY ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് കറക്റ്റഡ് MAX ആൻഡ് MAY. ഈ ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈൻ മൊമെന്റ്സ് രണ്ടും കിട്ടും, MUX ആൻഡ് MUY. ക്ലിയർ? അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ തൊട്ട് മുന്നത്തെ പ്രോബ്ലം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് MUX MUYയും എവിടെ വന്നു? ആ ഇന്ററാക്ഷൻ ഫോർമുല ഓർമ്മയുണ്ടോ? MUX by MUXL raised to alpha m, MUY by MUYL raised to alpha n less than or equal to 1 ആവണം ഇല്ലേ? അതിനകത്ത് MUX മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? MUXLും MUYLും കണ്ടുപിടിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ ചെയ്ത, അതായത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഇനി കണ്ടിന്യൂവേഷൻ. അതായത് നമ്മൾ P ഇപ്പോൾ ഒരു വാല്യൂ അസ്യൂം ചെയ്താണല്ലോ PBXും PBYയും എടുത്തത്. അതേ P വാല്യൂ ഇട്ട്
നമ്മൾ MUXL MUYL യൂസിങ് SP16 ചാർട്ട്സ് ചെയ്യുക ട്രയൽ മെത്തേഡിൽ. ഓക്കെ, ട്രയൽ എറർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അവിടെ MUXL MUYL കണ്ടുപിടിക്കുക. വി വിൽ പുട്ട് ഇറ്റ് ഇൻ ടു ദ ഇൻട്രാക്ഷൻ ഇക്വേഷൻ, ചെക്ക് ചെയ്യും. സേഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പി വെച്ചിട്ട് നമ്മൾ AS കണ്ടുപിടിക്കും, ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കും. ക്ലിയർ? അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക, പിന്നെ ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം. നോ ചേഞ്ച്. ക്ലിയർ? ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും അൺസേഫ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് മാറ്റി കൊടുക്കണം. പെർസെൻറ്റേജ് മാറ്റി കൊടുത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? വീണ്ടും നമ്മൾ MUX വീണ്ടും കണ്ടുപിടിക്കണം. MUX കണ്ടുപിടിച്ച് MUXL MUYL കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് വീണ്ടും ചെയ്യണം. ക്ലിയർ? സോ നിങ്ങൾ പെർസെൻറ്റേജ് അസ്യൂം ചെയ്യുമ്പോൾ കുറച്ച് വലിയ വാല്യൂ 3.54 ഒക്കെ ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, നമുക്ക് 6% വരെ നമുക്ക് അസ്യൂം, 6% വരെ നമുക്ക് റേഞ്ച് കിടപ്പുണ്ട്, 0.8 തൊട്ട് 6 വരെ. ഓക്കെ, അതിനകത്ത് എവിടെയെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്താൽ മതി. 2 ഒക്കെ വളരെ ക്രിട്ടിക്കൽ വാല്യൂ ആണ്, മിക്കവാറും അൺസേഫ് വരാൻ ചാൻസ് ഉള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഗിവൺ വാല്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന ഇതേ പ്രൊസീജിയർ വെച്ച് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഈ വാല്യൂസ് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബിയും ഡിയും ഉണ്ട്. ദിസ് ഇസ് ബി, ദിസ് ഇസ് ഡി, L0, LEX, LEY, PU. ഇനി ഇതായിരുന്നല്ലോ നമ്മുടെ കൺഫ്യൂഷൻ. കണ്ടോ, MUX1 40, MUX2 22.5 വന്നേക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പിനേഷൻ തെറ്റാണ്. നമുക്ക് ഇതേപോലെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും വലിയ വാല്യൂ തന്നിരിക്കുന്നതിൽ വലിയ വാല്യൂ 2 ആണ്. Therefore this is MUX2 and this is MUX1. അതുപോലെ ഇവിടെയും തിരിച്ചാണ്. ഇത് MUY2, this is MUY1. ക്ലിയർ? ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ക്യാരി ഓൺ ചെയ്യണം. അപ്പോൾ ആദ്യം മൊമെന്റ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. ഇതിനൊക്കെ മുന്നേ LEXും LEYയും തന്നിട്ടില്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് സ്ലെൻഡർനെസ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്ലെൻഡർ ആണ് എന്നവിടെ പ്രൂവ് ചെയ്യാം. ഓക്കെ, സ്ലെൻഡർ ആണെന്ന് പ്രൂവ് ചെയ്യണം. മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. അത് വെച്ച് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ആ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെക്ക് ഫോർ സ്ലെൻഡർനെസ്. ചെക്ക് ഫോർ സ്ലെൻഡർനെസ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. EX മിനിമവും EY മിനിമവും. ഇത് രണ്ടും ആയാൽ തേർഡ് സ്റ്റെപ്പ് നമുക്ക് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി, that is MUEX MUEY. നൊട്ടേഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റുക. MUX ഡാഷ് MUY ഡാഷ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നോ പർട്ടിക്കുലർ മെത്തേഡ്. അപ്പം ഇത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒരു സെറ്റ് ഓഫ് മൂവ്മെന്റ്സ് ആയി. ഇനിയുള്ളത് ഇനിഷ്യൽ മൂവ്മെന്റ്സ്. ഇനിഷ്യൽ മൂവ്മെന്റ്സ് നമ്മൾ MUXI എന്ന് പറയുന്നത് സിംഗിൾ കർവ് ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ പ്രോബ്ലം it will be 0.6 MUX2 plus 0.4 MUX1. അതുപോലെ MUYI 0.6 MUY2 plus 0.4 MUY1. വാല്യൂസ് എടുക്കുക. ഡബിൾ ആണെങ്കിൽ ഇടയ്ക്ക് മൈനസ് വരും. 2 - 1 0.6 0.4. ഇതാണ് n മൊമെന്റ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ. സോ ഇത് കണ്ടുപിടിക്കാം. ഇനിഷ്യൽ മൊമെന്റ്സ് ആയാൽ ഇനി നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ മൊമെന്റ്സ്. അഡീഷണൽ മൊമെന്റ്സിൽ MAX KX ഇൻറ്റു MAXും KY ഇൻറ്റു MAYയും ആണ്. KXും KYയും എവിടെ നിന്നാണ്? നമുക്ക് PUZ മൈനസ്
PU by PUZ minus PB ആണ്. ഈ PB നമ്മൾ ടേബിൾ 60 of SP60 എന്ന് കണ്ടുപിടിക്കണം. So this is it with ഇതെല്ലാം വെച്ചിട്ട് therefore design moment MUX is equal to maximum of MUXI MUEX plus നമ്മുടെ KX into MAX, അതായത് കറക്റ്റഡ് MAX. ഇതുപോലെ MUY. ഇത്രയാണ് ഫസ്റ്റ് പാർട്ട്. MUX കിട്ടിയാൽ ബാക്കിയുള്ള സ്റ്റെപ്പ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അസ്യൂംഡ്, ഇവിടെ നമ്മളൊരു പെർസെൻറ്റേജ് P അസ്യൂം ചെയ്തായിരുന്നു അല്ലേ? ഇതേ അസ്യൂംഡ് P വെച്ചിട്ട് വീണ്ടും വേറെ വാല്യൂ അസ്യൂം ചെയ്ത് കളയരുത്, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇതേ P അസ്യൂംഡ് വാല്യൂ വെച്ച് തന്നെ എന്ത് ചെയ്യണം? MUXL MUYL ആസ് ഡൺ ഇൻ പ്രീവിയസ് പ്രോബ്ലം അതേപോലെ ട്രയൽ ആൻഡ് എറർ തന്നെ ചെയ്യുക. ഓക്കെ, മറ്റേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസ്യൂംഡ്, അല്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിൽ ചെയ്തിട്ട് ഈ അസ്യൂംഡ് P സേഫ് ആണോ നോക്കണം. ഓക്കെ, പക്ഷേ രണ്ട് മെത്തേഡായി പോകും. സോ ഇവിടെ ചെയ്ത അതേ അസ്യൂംഡ് P വെച്ച് തന്നെ എന്ത് ചെയ്യാം? MUXL MUYL കണ്ടുപിടിച്ചിട്ട് ഇൻട്രാക്ഷൻ കർവ് ഇടുക, ചെക്ക് ചെയ്ത് നോക്കുക, സേഫ് ആണെങ്കിൽ ഫൈൻ. ഈ P വെച്ച് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക. ദെൻ ലാറ്ററൽ ടൈസ് ഡീറ്റെയിലിംഗ്. ഇത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു എക്സ്ട്രാ സ്റ്റെപ്പ്, ഇത്രയും മൊമെന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഗൈസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അനോമലീസോ ക്ലാരിഫിക്കേഷൻസോ ഡൗട്ടോ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ do comment in comment box. So be safe at home. Thank you so much. Do subscribe my channel and keep watching my videos. Bye.